നമ്മുടെ ഈ ചർച്ച കാണുന്ന ഒരു പ്രേക്ഷക ഈ അവസരത്തിൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചതാണ്. അതിന് കോൺഗ്രസ് പ്രതിനിധി മറുപടി പറയുമെന്ന് ഉദ്ദേശിക്കുന്നു. ആറന്മുളയിൽ കോൺഗ്രസ് നേതാക്കൾ വാങ്ങിക്കൂട്ടിയ ബിനാമി ഭൂമി ആയിരക്കണക്കിന് ഹെക്ടർ ഉണ്ട്. അതെല്ലാം വൻവിലയ്ക്ക് എയർപോർട്ടിന് വിറ്റ് പണമുണ്ടാക്കാൻ അവർ കാത്തിരിക്കുന്നു. അതാണ് വിഷയം. മിനി രവീന്ദ്രൻ എന്ന പേരിൽ ഒരാൾ ഒരു പ്രതികരണം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി ഉണ്ടാകും. അടുത്ത സതീഷ് വസന്ത്, അതിലേക്ക് വരാം. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആറന്മുളയിൽ വിമാനത്താവളം വരുന്നതിനെതിരല്ല എന്ന് നിങ്ങൾ, ആറന്മുളയിലല്ല പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വരുന്നതിനെതിരല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. 10 വർഷം നിങ്ങൾ ഈ കേരളം ഭരിച്ചല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ പകരം ആറന്മുളയ്ക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ അരുൺ മോഹനൊക്കെ സൂചിപ്പിച്ച പ്രദേശം, അല്ലെങ്കിൽ സജിത്ത് പരമേശ്വരനൊക്കെ പറഞ്ഞ പ്രദേശം, ഈ കൊടുമൺ പോലുള്ള പ്രദേശം, അവിടെ വിമാനത്താവളം അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ അല്ല വേറെ എവിടെയെങ്കിലും അതിന് അനുകൂലമായ ഭൂമിയുണ്ടോ എന്നൊരു ഒരു വാക്കിൽ പോലും, ഒരു ചിന്ത പോലും നിങ്ങൾ മുന്നോട്ട് വെച്ചില്ല. അത്തരം ഒരു ചർച്ചയ്ക്ക് പോലും നിങ്ങൾ തയ്യാറായില്ല. അപ്പോൾ വികസന വിരോധികളാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാൻ എന്താണുള്ളത്? നിങ്ങൾ പകരം ഒരു സംവിധാനവും കൊണ്ടുവന്നില്ലല്ലോ. പിന്നെ അതെ, വേറൊരു കേസെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയെ പോലെ ഒരു ജില്ലയിൽ ഒരു വിമാനത്താവളമൊക്കെ വരണമെന്ന് ഇപ്പം മറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങളൊക്കെ പറയുന്നെങ്കിലും പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. വിനോദ്, അല്ല ഇല്ലാത്ത സ്ഥലമുണ്ട്. അല്ല അത് ഇല്ലാത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അവിടെ വരുമ്പോഴത്തേക്ക് തന്നെ നോക്കൂ, അത് നിങ്ങൾ പറയുന്നത് ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും LDF സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിമാനത്താവളം അത്ര അത്യാവശ്യമായിട്ട് ഈ പത്തനംതിട്ട ജില്ലയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു എന്താണ് ആ പാരിസ്ഥിതിക പ്രശ്നവും നേരത്തേയുള്ള എന്താണ് ഒരു വ്യവസായവൽക്കരണമുള്ള ജില്ല അല്ല പത്തനംതിട്ട ജില്ല. അത് വേണം, അത് ആവശ്യമുണ്ട്. ആറന്മുളയുടെ വിഷയം ചർച്ച ചെയ്യുമ്പോഴും ഈ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഏറ്റവും അധികം പ്രവാസികളുള്ള കേരളത്തിലെ ഒരു പ്രദേശമാണ് കുമ്പനാട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ശബരിമലയുണ്ട്, മാരാമൺ കൺവെൻഷനുണ്ട്, ചെറുകോൽപ്പുഴ കൺവെൻഷനുണ്ട്, ആറന്മുള ക്ഷേത്രമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. അവിടെ ഒരു വിമാനത്താവളം അനിവാര്യമാണ്. പക്ഷേ അതിൻ്റെ പദ്ധതിയുമായി ഒരു വിഭാവന ചെയ്തോ ഒരു സ്വപ്നമോ LDF സർക്കാർ 10 വർഷം ഭരിച്ചിട്ട് മുന്നോട്ട് വെച്ചില്ല. അതാണ് ചോദ്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ആലോചന പത്തനംതിട്ട ജില്ലയെ പറ്റിയിട്ട് വന്നിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് ആറന്മുള വിമാനത്താവളത്തിൻ്റെ പ്രശ്നം വന്നപ്പം തന്നെ അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ വിഷയങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്ക് വേറൊരു സ്ഥലം അത് ആൾട്ടർനേറ്റീവായിട്ട് LDF സർക്കാർ നിശ്ചയിച്ചിട്ടില്ലായിരുന്നു. 100% കറക്റ്റാണ്. അത് നിലവിൽ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വിമാനത്താവളം വരണതിൽ നമ്മൾ LDF സർക്കാരോ അല്ലെങ്കിൽ LDFന് ഏതൊരു വിരോധമൊന്നുമില്ല. അത് വരുമ്പോഴത്തേക്കുള്ള പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് LDF അന്ന് വളരെ സമീചിതമായി അത് പിന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് ആ പ്രശ്നം, അല്ലാതെ വേറെ ഒരു പ്രശ്നം കൊണ്ടൊന്നുമില്ല.